പരിശുദ്ധമായ ബറാഅത്ത് രാവ് കടന്നു വരികയാണ് അല്ലേ? മലക്കുകളുടെ പെരുന്നാൾ രാവ്. മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അള്ളാഹുവിൻ്റെ അടിമകളിലേക്ക് കാരുണ്യം എത്തിച്ചു കൊടുക്കുന്ന, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന അതിവിശിഷ്ടമായൊരു രാത്രി നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ? ഈ സമയത്തും 6 സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും ബറാഅത്ത് നിങ്ങൾക്ക് ലഭിക്കില്ല കേട്ടോ. ബറാഅത്തിൻ്റെ പുണ്യം ലഭിക്കാതെ പോകുന്ന ആ ഹതഭാഗ്യരാരാണെന്ന് തിരിച്ചറിയേണ്ട നമ്മൾ. എന്നിട്ട് ആ സാധനമൊക്കെ എടുത്ത് മാറ്റിവെക്കണം, ഇല്ലെങ്കിൽ വലിയ അപകടമല്ലേ. അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ കാരുണ്യത്തിൻ്റെ 300 കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഈ രാത്രിയിൽ പടച്ചോൻ്റെ കാരുണ്യം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഇന്നത്തെ ക്ലാസ് ഉൾക്കൊള്ളണം. ആ സംഗതികൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ മാറ്റിവെക്കാനും തൗബ ചെയ്യാനും തയ്യാറാകണം. റെഡിയല്ലേ എല്ലാവരും? 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പിയല്ലേ? എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. നമ്മളെ ഹാപ്പി ആക്കാൻ കഴിയുന്ന ഒരു അതിവിശിഷ്ടമായ രാവല്ലേ നമ്മളിലേക്ക് കടന്നു വരണത് അല്ലേ? പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണമനുസരിച്ച് പുറത്തു കൊടുക്കുന്ന രാത്രി, നരകമോചനം നൽകുന്ന രാത്രി. പടച്ചോനെ, ഞങ്ങളെ നീ അതിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആരാണ് എന്നോട് പാപമോചനം തേടുന്നത് അവർക്കൊക്കെ ഞാൻ പുറത്തു കൊടുക്കുമെന്നാണ് ആ രാത്രിയിൽ അല്ലാഹ് പറയണത്. പടച്ചോനെ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. നീയല്ലാതെ ആരാണല്ലോ എനിക്ക് പുറത്തു തരാനുള്ളത്? ആ ബോധ്യത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്യണോട്ടോ. മനസ്സറിഞ്ഞ അല്ലാഹുവിലേക്ക് കൈ ഉയർത്തേണ്ട അതിവിശിഷ്ടമായൊരു ദിവസമാണ്, ഒരു രാവാണ് കടന്നു വരുന്നത്. ഈ മുൻകാല പ്രവാചകന്മാരുടെ സമുദായത്തിനൊക്കെ ഭയങ്കര ആയുസ്സുണ്ടായിരുന്നു അല്ലേ? നൂഹ് നബിയൊക്കെ 1000 വർഷം പ്രബോധനം തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരുപാട് കാലം ഇബാദത്ത് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് വളരെ കുറച്ച് സമയമുള്ളൂ അല്ലേ? അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 60ൻ്റെയും 70ൻ്റെ ഇടയിലാണ്. പിന്നെ ബാക്കി കിട്ടുന്നതൊക്കെ എക്സ്ട്രാ ബോണസാണ്. ഏതാണ്ട് 60 അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 70ൻ്റെ ഉള്ളിൽ നമ്മുടെ ആയുസ്സൊക്കെ തീരേണ്ടതാണ്. പിന്നെ കിട്ടുന്നതൊക്കെ എക്സ്ട്രാ ബോണസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറഞ്ഞ ആയുസ്സുള്ള നമുക്ക് അള്ളാഹു ചില ഓഫറുകൾ ഇങ്ങനെ വാരിക്കോരി തന്നേക്കാണ്. എന്തിനാ തരുന്നത്? ഈ മുൻകാല സമുദായത്തെക്കാളൊക്കെ വലിയ പ്രതിഫലം നേടിയെടുത്ത് അള്ളാഹിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലാനാണ്. അപ്പോൾ അങ്ങനെ ഒരു രാവ് നമ്മിലേക്ക് വരുമ്പോൾ അത് ഉറങ്ങി അങ്ങ് തീർക്കേണ്ട രാവല്ല. ഞാനൊരു കമൻറ്റ് കണ്ടു ഒരു സഹോദരിയുടെ. നമ്മൾ ഈ മഹത്വം നിറഞ്ഞ രാത്രികളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഈ രാത്രികളിലെല്ലാം ഉറങ്ങാതെ ഇബാദത്ത് ചെയ്ത ആളായിരുന്നു എൻ്റെ ഉമ്മ. മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സുഖമായിട്ട് മരിച്ചു എന്നാണ്. അല്ലാഹ്, ആ മഹാഭാഗ്യം ഞങ്ങൾക്കൊക്കെ തരണേന്നാണ്. ആ ഉമ്മയ്ക്കും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മുഴുവൻ മാതാപിതാക്കൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അപ്പം അങ്ങനെ പടച്ചോൻ കാരുണ്യം വാരിക്കോരി തരുന്ന അതിവിശിഷ്ടമായ രാത്രിയിലും 6 സംഗതികൾ നമ്മുടെ വീടായ കൽബിൻ്റെ അകത്തുണ്ടോ? 6 സ്വഭാവമുള്ളവരുണ്ടോ? നിങ്ങൾക്ക് പടച്ചോൻ്റെ കാരുണ്യം കിട്ടൂലേ? പടച്ചോൻ്റെ നോട്ടം ഉണ്ടാവൂലേ? നിങ്ങൾ വലിയ അപകടത്തിലാണ്. ഇതെന്തിനാ പറഞ്ഞു തരുന്നേ? ഈ നിമിഷം തന്നെ നിങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ്. ഈ നിമിഷം തന്നെ തൗബ ചെയ്ത് നന്നായിക്കൊള്ളണം, അല്ലെങ്കിൽ രക്ഷപ്പെടൂല. ഈ ബറാഅത്ത് രാവിൽ നമ്മുടെ ഒരു കൊല്ലത്തെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന രാത്രിയിൽ നമ്മൾ ഈ പറയുന്ന ഏറ്റവും മോശം സ്വഭാവമുള്ളവരാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടൂല. നമ്മളെ കഥ കഴിഞ്ഞില്ലേ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഏതൊക്കെയാണ് 6 സ്വഭാവങ്ങൾ നമുക്ക് പഠിക്കണ്ടേ? 6 ആളുകളിലേക്ക് അള്ളാഹ് നോക്കൂല. ആരാണ്? 1 കാഹിൻ. അതാരത്? ജ്യോത്സ്യനാണ്. ഈ ജ്യോത്സ്യപ്പണി എടുക്കുന്ന ആളുകൾ, അവരിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ അല്ലേ? ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ ഈ പിശാചിനെ കൂട്ടുപിടിച്ച് നടത്തുന്ന അത്തരം ചില ഭാവി പറയുന്ന ആളുകൾ. അതായത് നമുക്കിടയിൽ അസ്മാ ചികിത്സ എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ ഇരിപ്പുണ്ട്. അതല്ല ജ്യോത്സ്യം, മനസ്സിലായോ? ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ അത് ഹൈന്ദവ മതക്കാരുടെ ആചാരങ്ങളിൽപ്പെട്ട സംഗതിയാണ്. പക്ഷെ അവരിലേക്ക് ചെല്ലുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ടെന്നേ, അതാണ് ഏറ്റവും വലിയ സങ്കടം. കണ്ട ജിൻ്റെ അടുക്കലൊക്കെ പോയി നിൽക്കുന്ന എത്ര ഉമ്മമാർ, സഹോദരിമാർ. പടച്ചോനെ, ആ പോക്ക് കൊണ്ട് ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകില്ലേ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ ഈ ഇസ്മിൻ്റെ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അതിൽ തലപ്പാവ് കെട്ടിയവരുണ്ട്, തൊപ്പി വെച്ചവരുണ്ട്, ഒന്നും ഇടാത്തവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരൊക്കെ നമ്മൾ വലിയ കുമ്പത്ത് വെച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇസ്മിൻ്റെ പണി ചെയ്യുന്നതിൽ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം. 100 പേരിൽ 99 ചിലപ്പോൾ തട്ടിപ്പുകാരായിരിക്കും, 1% ഉണ്ടാവുകയുള്ളൂ.
ഹക്കിൻ്റെ ആളുകൾ. അതാരൊക്കെയാണെന്ന് പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് മാത്രം പോകണം. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ പറയുന്നത് പിന്നെ ജ്യോത്സ്യന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് ഇസ്മിൻ്റെ ആളുകളല്ല, അത് മാറ്റി നിർത്തിയേക്കാം, അത് മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ്. ആ ജ്യോത്സ്യന്മാരായ ആളുകളിലേക്ക് പോകുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അങ്ങനെ പോകുന്നവർ, ആ ജ്യോത്സ്യപ്പണി ചെയ്യുന്നവർ, പിശാചിനെ കൂട്ടുപിടിച്ച് അങ്ങനെ മുസ്ലിം ആണെങ്കിലും ജ്യോത്സ്യൻ്റെ പണി എടുക്കണമെന്നുണ്ടെങ്കിൽ അവനും പെട്ടു. അവരിലേക്കൊന്നും പഠിച്ചവനോ നോട്ടം ഉണ്ടാവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ചിലർ പറയും ഉസ്താദ് അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ സത്യമാണല്ലോ എന്നാണ്. അതിൻ്റെ കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ, പിശാചുക്കളിങ്ങനെ ആകാശത്തിൻ്റെ 1-ാം ആകാശത്തിൻ്റെ താഴെ നിന്ന് രഹസ്യങ്ങളിങ്ങനെ കട്ട് കേൾക്കും. മലക്കുകൾ തമ്മിൽ സംസാരിക്കണതേ, ഈ ലോകത്തിൻ്റെ ചില അധികാരങ്ങളൊക്കെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള മാലാഖമാർ അവരിങ്ങനെ സംസാരിക്കുന്ന സംഗതികൾ മലക്കുകൾ ഒട്ട് കേൾക്കും, അതിങ്ങനെ കട്ട് കേൾക്കും. ഇത് നേരെ വന്ന് ആ ശൈത്വാൻ മലക്കുകൾ സംസാരിക്കുന്നത് പിശാച് കട്ട് കേട്ടിട്ട് നേരെ അവനെ പൂജിക്കുന്ന പൂജാരിയുടെ ചെവിയിൽ ഇത് മന്ത്രിച്ചു കൊടുക്കും. അതിൽ ഈ പിശാച് 100 കള്ളങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഇവൻ എത്തിച്ചു കൊടുക്കുന്നത്. ഇവൻ കുറച്ചും കൂടെ കളവുകൾ ആഡ് ചെയ്തിട്ട് ഇവൻ്റെ കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കും. അപ്പോൾ ഒരു 100 പേരിൽ ഒരു 10 ശരിയായി തന്നെ ഇവൻ വലിയ ജ്യോത്സ്യനായി, വലിയ മാന്ത്രികനായി അല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. അവരിലേക്ക് പടച്ചോ നോക്കൂല. അതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തേതാരാണ്? സാഹിർ, മാരണം ചെയ്യുന്നവൻ, കൂടോത്രം ചെയ്യുന്ന ആളെ. കൂടോത്രം ചെയ്യുന്ന മനുഷ്യൻ്റെ ഈമാൻ തന്നെ ഉയർന്നു പോകൂലേ. അവനിലേക്ക് പടച്ചോൻ അന്നത്തെ രാത്രി നോക്കൂല. പടച്ചോനെ എന്തോരം സംഗതികളാണ്. അമ്മായിയമ്മ മരുമോൾക്കെതിരിൽ സിഹർ ചെയ്തു, മരുമോൾ അമ്മായിയമ്മക്കെതിരിൽ സിഹർ ചെയ്തു. കുടുംബ ബന്ധങ്ങൾ പോലും തകർത്ത് കളയുന്ന എത്രയോ സാഹിര്യങ്ങളുണ്ട്. അള്ളാഹു എല്ലാ സിഹറിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴും ഉറങ്ങാൻ കിടക്കാൻ നേരത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 2 സൂറത്തുകളൊക്കെ ഓതണം. ആയത്തുൽ കുർസി ഓതണം, ആമന റസൂൽ ഓതണം. ഇതൊക്കെ ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ കൈകളിലേക്ക് ഊതി ശരീരം മുഴുവൻ തടവാതെ കിടന്നുറങ്ങരുത്. അങ്ങനെ ചെയ്താൽ എന്താ ഗുണം? എല്ലാ സിഹറിൽ നിന്നും അത്തരം ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ പടച്ചോ നമുക്ക് കാവല് തരൂന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ സിഹർ ചെയ്യാൻ പോണവരും സിഹർ ചെയ്തു കൊടുക്കുന്നവരിലേക്കൊന്നും അള്ളാഹു നോക്കൂല. മൂന്നാമത്തേത് മുഷാഹിൻ. മുഷാഹിൻ ആരാണ്? 2 അഭിപ്രായം ഉണ്ട് അവരെക്കുറിച്ച്. ഒന്ന്, പരസ്പരം ശത്രുതയുള്ള ആളുകളാണ്. തമ്മിലടിച്ചിരിക്കുക. കറക്റ്റ് നമ്മൾ എപ്പോഴും ഉണർത്തുന്നത് പോലെ ബറാത്ത് രാവ്, മുഹറം 10ൻ്റെ രാവ്, അങ്ങനെ തുടങ്ങിയ രാവുകളിൽ പിണങ്ങാൻ നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടാവും. കറക്റ്റ് ആ സമയം നോക്കി അവർ പിണങ്ങും. അങ്ങനെ പിണങ്ങി നിൽക്കുമ്പോൾ നമുക്കൊന്നും ഓതാനും തോന്നൂല, തൗബ ചെയ്യാനും തോന്നൂല. നമ്മൾ പോയി കിടക്കും, ഒക്കെ വലിച്ചെറിഞ്ഞ് പോയി കിടക്കും. അള്ളാൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ അന്ന് പിണങ്ങേണ്ട രാത്രിയല്ല. അങ്ങനെ ഇപ്പോൾ അയൽക്കാരോട് പിണങ്ങി നിൽക്കുന്നവർ, കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവർ, നമ്മൾ സലാം പറഞ്ഞിട്ട് അവർ മിണ്ടുന്നില്ലേ, പോയി പണിയൊക്കട്ടെ. നമ്മൾ സലാം പറയണം, അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് പറയണത്, അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി പറഞ്ഞോ, അവർ മിണ്ടിയില്ലെങ്കിൽ സാരമില്ല, അള്ളാഹ് നമുക്ക് തരൂലേ. മനസ്സിലായോ? അല്ലെങ്കിൽ അള്ളാഹു നോക്കില്ല. മുഷാഹിൻ്റെ മറ്റൊരർത്ഥം പുത്തൻവാദികളാണ്. അതായത് എത്രയോ 100 കണക്കിന് ഇമാമിങ്ങൾ ഇങ്ങനെയൊരു പരിശുദ്ധ രാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോഴും അങ്ങനൊരു ബറാത്ത് രാവൊന്നുമില്ല, അങ്ങനെ ബറാത്തിൻ്റെ നോമ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന, ഇതിനൊന്നും തൗഫീക്ക് കിട്ടാത്ത പുത്തൻവാദികളായ ആളുകൾ, അവരിലേക്കും പടച്ചൊന്നും നോക്കൂല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതാണ് മൂന്നാമത്തെ. നാലാമത്തേത് മുദ്മിനുൽ ഖംർ, നിരന്തരം കള്ളുകൂടിയനാണ്, എപ്പോഴും ലഹരി ഉപയോഗിക്കുന്ന ആൾ, അവരിലേക്കും അള്ളാഹു നോക്കൂല. അങ്ങനെയുള്ള ഭർത്താക്കന്മാർ, മക്കളൊക്കെ ഉള്ള ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി അതുപോലെ തന്നെ അവരുടെ സഹോദരനൊക്കെ കൂടെ വന്ന് സങ്കടം പറഞ്ഞത് മകൻ്റെ ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ്. അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ സന്താനങ്ങളെ നേർവഴിയിലാക്കട്ടെ. എപ്പോഴും സൂക്ഷിക്കേണ്ട സംഗതിയാണ്. അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവരിലേക്ക് അല്പമാണെങ്കിലും, അതല്പം മതി, അത്ര ഡേഞ്ചറാണത്, അല്പമാണെങ്കിലും അള്ളാഹു അവരിലേക്ക് നോക്കില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തേത് ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിച്ചവൻ. ഉമ്മാടെ താരാട്ടുപാട്ടില്ലാത്ത വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ വീടൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന സംഗതിയാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ എൻ്റെ ഉമ്മയുടെ ശബ്ദം ഇങ്ങനെ ചെവിയിൽ കേൾക്കുന്ന പോലെയുണ്ട്. അല്ലാ തീരിപ്പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്തേ വേദാംബർ ആലം ഉടയവൻ ഏകല്ലരുളാലെ ആയേ മുഹമ്മദാവർ കീഴാണോവർ. എൻ്റെ ഉമ്മ ഇങ്ങനെ മുഹിയദ്ദിമാലൊക്കെ ഇങ്ങനെ പാടിത്തരുന്ന ആ ശബ്ദം നാളെ സ്വർഗത്തിലും അള്ളാഹു അത് കേൾക്കാം.
അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ബർസഖ് ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. മക്കളെ പോയാൽ തീർന്നു. പോകുന്നത് വരെ നമുക്ക് കയ്യിലൊന്ന് കിട്ടണ്ടേ? നമ്മളിടക്കൊക്കെ ചിന്തിക്കൂലേ? എപ്പോഴും ഞാൻ പറയാറില്ലേ, പാപ്പായും ഉമ്മയൊക്കെ ഒന്നും ഉണ്ടായിരുന്നെങ്കിലേ ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ വല്ലാത്ത കൊതി തോന്നൂല. ഉമ്മയുടെ മടിയിലൊന്ന് തലവെച്ച് കിടക്കാൻ, വാപ്പയോടൊപ്പം വാപ്പയുടെ തോളിലൊന്നിങ്ങനെ ചാഞ്ഞ് കിടക്കാനൊക്കെ നമുക്ക് വല്ലാതെ കിടക്ക് കൊതി തോന്നൂലേ? അല്ലാ, അവരെ വേദനിപ്പിക്കുന്ന മക്കളുണ്ട്. എന്തൊരു സങ്കടമാണോ അത്. അവരില്ലെങ്കിൽ നമ്മളുണ്ടോ? ഉമ്മയില്ലെങ്കിൽ നമ്മളുണ്ടോ? അതുകൊണ്ടാണ് ഉമ്മയുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം അല്ലേ? എപ്പോഴും നമ്മൾ പാടാറുള്ളൊരു പാട്ടുണ്ടല്ലോ, ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി. ഓർത്തോളി, ഓർത്തുണ്ട് അവിടെ ഇരുന്നോളി എന്നൊന്നും അല്ല അത്. അതെപ്പോഴും ഓർക്കണം. എന്തിനാ ഓർക്കണേ? ആ കാലിൻ്റെ അടിയിലാണ് സ്വർഗം. കയ്യിലാണെന്നൊന്നുമല്ല, തലയിലാണെന്നൊന്നുമല്ല, കാലിൻ്റെ അടിയിൽ. അത്രയും നീ ഉമ്മയുടെ മുമ്പിൽ താഴണോടോ. ആ ഉമ്മയും ബാപ്പയും ഇല്ലെങ്കിൽ നീയുണ്ടോ? എന്തോരം വേദനിപ്പിക്കാനുണ്ട്. ഇനി എൻ്റെ സഹോദരിമാരോട് പറയട്ടെ, ഭർത്താവിൻ്റെ ഉമ്മാനും ഭർത്താവിൻ്റെ വാപ്പാനെയൊക്കെ വേദനിപ്പിക്കുന്ന എത്ര പേരുണ്ട് കൂട്ടത്തിൽ? ഭർത്താവിൻ്റെ ഉമ്മയാണ് ഉസ്താദ് എന്നെ വേദനിപ്പിക്കുന്നത്. ഇവിടെ രണ്ടുപേർക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു സംഗതി ഉണ്ട്. എന്താണെന്നറിയോ? അമ്മായിയമ്മ പോരിൻ്റെയൊക്കെ കാരണങ്ങൾ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അത് ഞാൻ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊന്നും കൂടെ ആ വീഡിയോ ചെയ്യാം, ഇരിക്കട്ടെ. അപ്പോൾ ആ കാരണം തിരിച്ചറിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് പോരൊക്കെ ഇല്ലാതാക്കി അടിപൊളിയായിട്ട് ജീവിക്കണം, ഉമ്മായും മോളുമായിട്ട് ജീവിക്കണം. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ആക്കുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിച്ച ആളുകൾ, മാതാപിതാക്കളെ വിഷമിപ്പിച്ച ആളുകൾ, അല്ലാ പടച്ചോൻ അവരിലേക്ക് നോക്കൂല കേട്ടോ. ഈ പരിശുദ്ധമായ ബറാത്തിൻ്റെ രാവിലും നീ എത്ര തലകുത്തി മറിഞ്ഞാലും നോക്കൂല. ചിലർ പറയും, ഉസ്താദ് എൻ്റെ ഉമ്മ എന്നെ വേദനിപ്പിച്ചു. ആയിക്കോട്ടെ, നിൻ്റെ ഉമ്മ നിന്നെ വേദനിപ്പിച്ചാൽ അത് അവരും അള്ളാഹയും തമ്മിലായിക്കോളും. പക്ഷെ നിനക്കത് ഉമ്മ തന്നെയാണ്, നിനക്കത് ഉമ്മ തന്നെയാണ്. ഈ ബാപ്പായും ഉമ്മായും തമ്മിൽ വേർപിരിയുമ്പോൾ മക്കൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. വാപ്പയും ഉമ്മയും തമ്മിൽ വേർപിരിഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് അവർ വാപ്പായും ഉമ്മയും തന്നെയാണ്. അവർ വേറെ കല്യാണം കഴിച്ചാലും നിങ്ങളുടെ വാപ്പ നിങ്ങളുടെ ഉമ്മ അതല്ലാതാവില്ല. അവരോട് ആ മാന്യമായി ബന്ധം പുലർത്തിക്കൊള്ളണം. അല്ലെങ്കിൽ ഉമ്മയുടെ സൈഡ് മാത്രം, അല്ലെങ്കിൽ വാപ്പയുടെ സൈഡ് മാത്രം നിന്ന് നിങ്ങളുടെ ജീവിതം അങ്ങനെ ആക്കി കളയാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇടയാകുന്ന കാര്യമാണ്. വാപ്പാനും ഉമ്മാനെ വേദനിപ്പിക്കുന്നവന് ദുനിയാവിൽ നിന്ന് അറിയിക്കാതെ പോവില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ 5ാമത്തെ വിഭാഗം അതാണ്. 6ാമത്തേത് നിരന്തരം വ്യഭിചരിക്കുന്ന മനുഷ്യൻ. എപ്പോഴെങ്കിലും ഒരിക്കലും സംഭവിച്ചു ഈ തൗബ ചെയ്തു, അങ്ങനെയല്ല. നിരന്തരം വ്യഭിചാരം, അതിലേക്കുള്ള ചിന്ത മാത്രം. അത്തരം ഫോട്ടോസുകൾ, അത്തരം നോട്ടങ്ങൾ, അത്തരം ചാറ്റുകൾ, വിരൽ കൊണ്ടുള്ള വ്യഭിചാരത്തിൻ്റെ കാലഘട്ടമാണ്. എല്ലാം അങ്ങനെ ആയിപ്പോകുന്ന കാലം. അങ്ങനെയുള്ളവരിലേക്കും അള്ളാഹു നോക്കൂലാന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ 6 സംഗതികൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ തൗബ ചെയ്ത് മാറണം. ഇതെന്തിനാ പഠിക്കണേ? തൗബ ചെയ്തിട്ട് ഈ രാത്രിയുടെ പുണ്യം എനിക്ക് കിട്ടണം, ആ ബോധ്യത്തിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞില്ലേ, അള്ളാഹിൻ്റെ 300 കാരുണ്യത്തിൻ്റെ കവാടം തുറക്കപ്പെടുന്ന രാത്രിയാണ്. 300 കാരുണ്യത്തിൻ്റെ കവാടം. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം. ചില സഹോദരിമാർ സങ്കടം പറയുന്നുണ്ട്, ഉസ്താദേ ഇന്നത്തെ രാത്രി സൂറത്തു യാസീൻ, അതായത് ബറാത്തിൻ്റെ രാവിലെ സൂറത്ത് യാസീൻ ഓതണം, നാളെ മഗ്രിബ് കഴിഞ്ഞിട്ട് അല്ലേ, അല്ലെങ്കിൽ ക്ഷമിക്കണം അസർ കഴിഞ്ഞ് മുതൽ യാസീൻ ഓതാന്ന് പറഞ്ഞവരുമുണ്ട്. നമുക്ക് ഏതായാലും ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം 4:30 മണിക്കൊരു മജ്ലിസ് വെക്കണം. നാളെ വൈകുന്നേരം, ഇന്ന് വൈകിട്ട് 7 മണിക്കൊരു മജ്ലിസ് ഉണ്ട്. കൃത്യം പങ്കെടുക്കണം കേട്ടോ, മുങ്ങി അടക്കണം എല്ലാവരും. നാളെ വൈകിട്ട് 4:30 മണിക്കാണ് മജ്ലിസ്. നമുക്കിപ്പോൾ ഒരുമിച്ചിരുന്ന് 3 യാസീൻ ഓതിയിട്ട് നമ്മുടെ മജ്ലിസിൽ എല്ലാവരും കൂടെ ധാരണം. വീട്ടിൽ നിങ്ങൾ മഗ്രിബ് കഴിഞ്ഞിട്ട് ഓതിക്കോളി കേട്ടോ, ഉണ്ടാവില്ല എല്ലാവരും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ സഹോദരിമാർക്കൊരു സങ്കടമുണ്ട്, ഉസ്താദേ ഞങ്ങൾക്ക് യാസീനൊന്നും ഓതാൻ പറ്റില്ല. നമ്മുടെ സദസ്സിൽ പങ്കെടുത്ത് യാസീൻ കേൾക്കാമല്ലോ, നിങ്ങൾക്ക് കൽബ് കൊണ്ട് ഓതാമല്ലോ, അൽഹംദുലില്ലാഹ്. എന്നാലും ഞങ്ങൾക്ക് ഓതാൻ എന്തെങ്കിലും വേണമെന്നാണ്. അൽഹംദുലില്ലാഹ്, അതിന് വഴിയുണ്ട്. ഈ പരിശുദ്ധമായ രാത്രിയിൽ അള്ളാഹിൻ്റെ 300 കാരുണ്യത്തിൻ്റെ കവാടം തുറക്കപ്പെടുമ്പോൾ മെൻസസ് ഉള്ളവരും അല്ലാത്തവരും ഒക്കെ ചൊല്ലിക്കോ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. ഒരിക്കലും കുഞ്ഞുണ്ടാവൂല എന്ന് അള്ളാഹു വിധിച്ചൊരു പെണ്ണിന് കുഞ്ഞിനെ കൊടുത്ത അള്ളാഹ് അർഹമർ റാഹിമായ റബ്ബ്. മൂസാ നബിയുടെ ചരിത്രം നമ്മൾ എപ്പോഴും പറയണോണ്ട് ഇപ്പോൾ പറയണില്ല. ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല എന്ന് അള്ളാഹ് വിധിച്ചതാണ്. അള്ളാഹ് വിധി അങ്ങ് മാറ്റി എഴുതി. എന്തേ കാരണം? അവൾ വിളിച്ചു യാ റഹമർ റാഹിമീൻ. അപ്പോൾ യാ റഹമർ റാഹിമീൻ എന്ന് ധാരാളം ചൊല്ലുക. അതുപോലെ മറ്റൊരു ദിക്ർ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. എനിക്ക് അല്ലാ മതി, അല്ലാ മതി, അല്ലാ മതി, അല്ലാ മതി. ഓ ഹസ്ബുനല്ലാഹ്, എനിക്ക് അല്ലാ മതി. ആ ബോധ്യത്തിൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ ധാരാളം ചൊല്ലുക. മറ്റൊരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ അതിൻ്റെ അർത്ഥം? എനിക്കൊരു കഴിവില്ല എന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ സമ്മതിക്കുകയാണ്. അള്ളാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ. നമുക്കൊരു കഴിവില്ലടോ, വല്ല കഴിവുണ്ടോ? ഉണ്ടോ? ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ എന്താ പറയണേ? അൽഹംദുലില്ലാഹില്ലദി അത്അമനി. എന്താ പറഞ്ഞത്? എന്നെ ഭക്ഷണം കഴിപ്പിച്ച അള്ളാഹ്ക്കാണ് സ്തുതി.
ഭക്ഷണം എടുത്ത് കഴിക്കാനുള്ള കഴിവ് പോലും എനിക്കില്ല. അങ്ങനെ ഓരോ സ്ഥലം തിരിച്ചറിഞ്ഞു നോക്കിയേ. കഴിപ്പിച്ചല്ല, പുതപ്പിച്ച് നമ്മളെ കിടത്തുന്നല്ല, കുളിപ്പിച്ച് തരുന്നല്ല, എല്ലാം ചെയ്യുന്ന എൻ്റെ റബ്ബാണ്. എനിക്കൊരു കഴിവില്ലാന്നേ. അപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഈ ദിക്റൊക്കെ മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് അള്ളാൻ്റെ കാരുണ്യം നമുക്കിങ്ങ് വാങ്ങിയെടുക്കണം. ദയവ് ചെയ്ത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ഈ മജ്ലിസ്, ഈ ക്ലാസ് എല്ലാവരിലേക്കും ബറാഅത്ത് കിട്ടണം എന്ന് ആഗ്രഹിക്കണം എല്ലാവരിലേക്കും ഇട്ട് കൊടുക്കണം. കാരണം എന്താ, നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ ഒരാളെങ്കിലും അത് കണ്ട് നന്നായാൽ നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഫിസ്മോളിലെ ചാനലിൽ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് ബറാഅത്ത് രാവിനെക്കുറിച്ച്. 1 കൊല്ലം ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ അടിപൊളി 2 ദ്വാകൾ ഫിസ്മോൾ പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. അത് കയറിയിട്ട് ഞാനതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. എല്ലാവരും ആ ഫസ്റ്റ് കമൻറ്റിൽ കയറിയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണണം, മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് കുപ്പിയിൽ ശേഖരിച്ച ആ മഹദിയുടെ പേരെന്താണ്? അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് ഉമ്മു സലമ ബീവിയാണ് റളിയല്ലാഹു അൻഹാ. ഇന്ന് 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം, ഉമ്മു സലമ ബീവിയുടെ യഥാർത്ഥ നാമം എന്താണ്? കമൻറ്റ് ചെയ്യുമല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഒരുപാട് ആളുകൾ ഹദിയ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കട്ടെ. 2 പാവപ്പെട്ടവരെ നമ്മൾ ഏറ്റെടുത്തപ്പോൾ നമ്മൾ ഏറ്റെടുക്കൂലേ? അല്ലാഹു സ്വീകരിക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. കടന്നു വരുന്ന പരിശുദ്ധമായ ശഅബാനിലെ തിങ്കളാഴ്ച രാവിലെ പടച്ചവനെ നിൻ്റെ ഹബീബിൻ്റെ മദ്ഹൊക്കെ ചൊല്ലി ഒരുമിക്കാനും നിന്നിലേക്ക് അടുക്കാനും ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. ബറാഅത്തിൻ്റെ പുണ്യം ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. പാപങ്ങളെല്ലാം പൊറുക്കണേ അല്ലാഹ്. ഒരുപാട് ദുആ വസിയ്യത്തുണ്ട്. ഈ സദസ്സ് ചേർത്ത് പിടിക്കുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിൻ്റെ വാഹകർ, കമൻറ്റ് ചെയ്യുന്നവർ, എങ്ങനെയെങ്കിലും ഈ സദസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ നീ അങ്ങ് ചേർത്ത് പിടിക്കണേ അല്ലാഹ്. പാവപ്പെട്ടവരിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്, അവരെ നീ അങ്ങ് ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. ഒരുപാട് മക്കൾ മദ്രസയിലും സ്കൂളിലുമൊക്കെ പരീക്ഷകളുമായി ബന്ധപ്പെടുകയാണ്. എല്ലാവർക്കും ഉന്നത വിജയം നൽകണേ അല്ലാഹ്. ബറാഅത്തിൻ്റെ പുണ്യം നൽകണേ അല്ലാഹ്. മക്കൾ കാരണം കരയേണ്ട ഒരവസ്ഥ നൽകല്ലേ അല്ലാഹ്. ലഹരിക്കടിമയായ മക്കളുണ്ട്, സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അർഹമുർറഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ തമ്പുരാനെ, ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. കടക്കണിയിൽപ്പെട്ട് മരണപ്പെടുന്നവരിൽ പെടുത്തല്ലേ അല്ലാഹ്. യാ റബ്ബന, ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.